ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം അഷ്ടസൗഭാഗ്യങ്ങളുടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് തിരുവചന ഭാഗത്തിലൂടെ. തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ മലമുകളിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ജനകൂട്ടത്തെ മുഴുവൻ ചുറ്റുമിരുത്തിയിട്ട് ഇനി അങ്ങോട്ടുള്ള തൻ്റെ പ്രഘോഷണ ശുശ്രൂഷയിൽ തൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇനി അങ്ങോട്ട് പുലർത്തേണ്ട ആത്മീയ വഴികൾ, അവൻ സ്വർഗത്തിലേക്ക് ചുവട് വെക്കേണ്ട 8 ചുവടുകൾ ഏതൊക്കെയാണ് എന്ന് ഈശോ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ജനിച്ച ഓരോ ക്രിസ്ത്യാനിയും ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുന്നത് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗവാക്കുകളാകുമ്പോഴാണ് എന്ന് ഈശോ കൃത്യതയോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യം കൈവശപ്പെടുത്തുക ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എന്നതിനപ്പുറത്ത് നമ്മളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാകണം. ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തേക്കുള്ള ഭാഗ്യങ്ങളുടെ 7-8 പടികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ 7 പടികളും ചവിട്ടേണ്ടത് എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ മനോഭാവങ്ങളിലും ഞാൻ പുലർത്തേണ്ട വ്യതിയാനത്തിലൂടെയാണ് എന്ന് തിരുസഭ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, ക്രിസ്മസിൻ്റെ ഉണ്ണീശോയുടെ പിറവിയുടെ പുണ്യ നിമിഷങ്ങൾക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖദർശനമാണല്ലോ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തു ദർശനം സ്വന്തമാക്കാൻ നമുക്കുണ്ടാകേണ്ട ഏറ്റവും അനുഗ്രഹീതമായ പുണ്യമെന്ന് പറയുന്നത് ഹൃദയശുദ്ധി ഉണ്ടാവുക എന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. സ്വർഗരാജ്യം അവകാശപ്പെടാനും ദൈവപുത്രരെന്ന് വിളിക്കപ്പെടാനും നിത്യജീവൻ അവകാശമാക്കാനും ഒക്കെയുള്ള ചുവടുകൾ നമ്മുടെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുമ്പോൾ കൃത്യതയോടെ നാം തിരിച്ചറിയുക. അവരോട് കരുണ കാട്ടി ദൈവത്തിൻ്റെ കരുണ നേടിക്കൊണ്ട് അവൻ്റെ നൊമ്പരവേളകളിൽ അവനോട് ചേർന്നിരുന്നുകൊണ്ട് അവരിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നന്മ മരങ്ങളായിട്ട് നാം മാറുമ്പോൾ, ഹൃദയത്തിൽ പുണ്യത്തിൻ്റെ നിറവുണ്ടാകുമ്പോൾ നമുക്കൊക്കെ അവനൊരുക്കിയ സ്വർഗരാജ്യം, സ്വർഗ സൗഭാഗ്യം സ്വന്തമാക്കാനാണ്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള വലിയ ഭാഗ്യം നീതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന വിശപ്പും ദാഹവും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദൈവം നമുക്കായി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് നമ്മളെ സ്വാഗതം ചെയ്യും. പ്രത്യാശ നിർഭരരായി ദൈവമൊരുക്കിയ വഴികളിലൂടെ നടന്ന് ദൈവരാജ്യം സ്വന്തമാക്കാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ഈ പുണ്യ ക്രിസ്മസിൻ്റെ ഒരുക്കവേളയിൽ ഈശോ നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.